ഫലം വന്നാൽ ഉടൻ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന ഹൈക്കമാൻഡ്. നിലവിലെ പരസ്യ നീക്കങ്ങളെ അവഗണിക്കാനാണ് തീരുമാനം. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബിൾ, ഓരോ ദിവസവും ഓരോരുത്തരായി ദില്ലിക്ക് പോകുന്നുണ്ട്, കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്, ആവശ്യങ്ങളും അതിനോടൊപ്പം പരിഭവങ്ങളും പറയുന്നുണ്ട്, ആശങ്കകളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്നുണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ, ആദ്യം ഫലം വരട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡും എത്തിയിരിക്കുന്നു. മധു, എന്താണെങ്കിൽ നിലവിൽ ഇപ്പോൾ സംസ്ഥാനം തുടരുന്ന മുഖ്യമന്ത്രി ചർച്ചകൾ ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം. കാരണം ആദ്യം വോട്ടെണ്ണി അതിൻ്റെ ഒരു ഫലം വരട്ടെ, അതിനുശേഷം മാത്രം മതി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കേണ്ടത് എന്ന ഹൈക്കമാൻഡ് നിലപാട് എടുക്കുന്നു. കഴിഞ്ഞ ദിവസം കെ സുധാകരൻ മല്ലികാർജ്ജുൻ ഖർഗെ കണ്ടുകൊണ്ട് കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് അദ്ദേഹത്തിന്റെ ആവശ്യം അറിയിച്ചിരുന്നു. സമാനമായി തന്നെ കൂടുതൽ പ്രതികരണങ്ങൾ ഹൈക്കമാൻഡ് തലത്തിലേക്ക് എത്താനുള്ള സാധ്യത എന്താണെങ്കിൽ ഹൈക്കമാൻഡ് ഈ ഘട്ടത്തിൽ കാണുകയും ചെയ്യുന്നു. പക്ഷേ അതിനോടൊന്നും ഒരു അനുകൂല നിലപാടോ ഒരു കമന്റോ നൽകേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. കാരണം സംസ്ഥാനത്ത് വലിയ തരത്തിൽ ഇത് ചർച്ചയാവുകയും വലിയ തരത്തിൽ നേതാക്കൾക്കിടയിൽ പഠനപ്പിണക്കടക്കം ഉണ്ടാകുന്ന സാഹചര്യം, അതൃപ്തി അടക്കം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഹൈക്കമാൻഡ് കൂടി ഇതിൽ അഭിപ്രായം പറഞ്ഞ് സ്വാഭാവികമായി അത് വലിയ തരത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ കെട്ടുറപ്പിനെ പൂർണ്ണമായും ബാധിക്കും എന്ന് വിലയിരുത്തപ്പെടുന്നു. അതുമാത്രമല്ല, ചർച്ചകൾ നീണ്ടുപോകുന്നത് അല്ലെങ്കിൽ ചർച്ചകൾ ഇങ്ങനെ തുടരുന്നത് വലിയ തരത്തിൽ പ്രവർത്തകർക്കിടയിൽ ആത്മവിശ്വാസക്കുറവ് ഉണ്ടാക്കും. അത് മാത്രമല്ല ശരി, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. ഈ പരസ്യ സംവാദങ്ങളും ആശയപ്രകടനങ്ങളും നിയന്ത്രിക്കാനല്ല ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത്, അതിനെ അവഗണിക്കാനാണ് എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് തന്നെ തീരുമാനിച്ചാൽ പോലും അതിനെ നിലയ്ക്ക് നിർത്താനോ നിയന്ത്രിക്കാനോ കഴിയില്ല എന്നൊരു ബോധ്യം ഒരുപക്ഷെ വന്നതുകൊണ്ടായിരിക്കാം.